വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കർണാടക സംസ്ഥാനത്ത് സീറോ മലബാർ സഭയുടെ ആദ്യ രൂപതയുടെ അധ്യക്ഷൻ മാർ ലോറൻസ് മുക്കുഴി പിതാവാണ് വോയിസ് ഓഫ് ദ ചർച്ചിൽ നമ്മുടെ അതിഥിയായുള്ളത്. വോയിസ് ഓഫ് ദ ചർച്ചിಗೆ സ്വാഗത, സുസ്വാഗത. നമസ്കാര ബിഷപ്പരെ. നമസ്കാര. പിതാവേ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യുവത അല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഒരു കാര്യത്തിലും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതായിട്ട് കാണുന്നില്ല. അവർ പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ അവർ തന്നെ സെലക്ട് ചെയ്യുന്നു. മാതാപിതാക്കൾക്ക് ഒരു അഡ്വൈസർ റോൾ പോലും തികച്ചും ഇപ്പോൾ ലഭിക്കുന്നില്ല. അവരവരുടെ കൂട്ടുകാരിൽ ലഭിച്ച കോഴ്സുകൾ, ഇനി വിവാഹമാണെങ്കിൽ തന്നെ അവരുടെ ഒരു നിലപാടുകൾ, ഇതൊക്കെ ഇതിൻ്റെ നിർണായകമാകുന്നുണ്ട്. ഇത് ഒരു പക്ഷേ കാലഘട്ടത്തിൻ്റെ ഒരു വിഷയങ്ങളും ആവാം. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ മതബോധന പരിശീലന പരിപാടി, അങ്ങ് മതബോധന സീറോ മലബാർ സഭയുടെ മതബോധന പരിശീലനത്തിൻ്റെ അംഗമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ സിലബസ് മാറ്റിയിട്ടൊക്കെ വർഷങ്ങളായി. നമുക്കറിയാം ഇപ്പോഴത്തെ കുട്ടികളുടെ ബൗദ്ധിക നിലവാരം 10 വർഷം അല്ലെ 5 വർഷമല്ല, ഇപ്പോൾ ഓരോ 2 വർഷം 3 വർഷം കൂടുമ്പോൾ തന്നെ അവരുടെ വരുന്ന കുട്ടികളുടെ ബൗദ്ധിക നിലവാരം വളരെയേറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഒരു സിലബസ് ഒരുക്കിക്കൊണ്ട് കുട്ടികളെ ഒരു സമഗ്രമായ വികസനം, ആത്മീയമായിട്ടുള്ള ഒരു പരിപോഷണം, ഇതിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുവാൻ യഥാർത്ഥത്തിൽ ഈ വിശ്വാസ പരിശീലനത്തിന് കഴിയുന്നുണ്ട്. സാറ് ഇപ്പോൾ 2 വിഷയം ചേർത്താണ് പറയുന്നത്. ആദ്യമേ തന്നെ ഈ വിവാഹത്തിൻ്റെ വിവാഹത്തിലുള്ള തടസ്സങ്ങളും വിചാരത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ വിവാഹം മരണം വരെയുള്ളതാണെന്നും അത് ഡൈവോഴ്സ് എന്ന് പറയുന്നത് ദൈവം അംഗീകരിക്കാത്തതാണെന്നും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കേണ്ടത് ദൈവത്തിൻ്റെ അലംഘനീയമായിട്ടുള്ള വാക്ക്, ആ പ്രപ്പോസിഷൻ എല്ലാവരും അംഗീകരിച്ചേ മതിയാകും. അത് പുരുഷനും അംഗീകരിക്കണം, സ്ത്രീയും അംഗീകരിക്കണം. ഇനി ദൈവം വിവാഹത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാക്ക്, മനുഷ്യൻ്റെ വാക്കൊന്നുമല്ല, എൻ്റെ വാക്കല്ല. അതുകൊണ്ട് ആ ദൈവം പറഞ്ഞിട്ടുള്ള വാക്ക് ഉദാഹരണം പറയുകയാണ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23 മുതൽ 30 വരെ വാക്യങ്ങൾ. എഫേസ്യർ 5, 23, 30 വരെ വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഈ കുടുംബജീവിതക്കാരുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ്. ഭാര്യമാരെല്ലാ കാര്യത്തിലും ഭർത്താവിനെ അനുസരിക്കണം. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം പോലെ സ്വീകരിക്കണം. എന്നിട്ട് ദൈവം വീണ്ടും പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ. ഈ കാര്യം ഉണ്ടായിരിക്കണം. മരിച്ചാലും ഞാൻ പോയി ഈ സങ്കീർത്തനം 15 പറയും, കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും, അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് പ്രവേശിക്കും എന്ന്. അവിടെ തന്നെ വീണ്ടും പറയാണ്, സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനൻ. വേദപുസ്തകം തൊട്ടിട്ട് ആണ് അച്ഛൻ്റെ മുമ്പിൽ, സഭയുടെ പ്രതിനിധിയായിട്ട് അച്ഛൻ്റെ മുമ്പിൽ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ ഭാര്യയും ഭർത്താവ് ഇന്നു മുതൽ മരണം വരെ, ഇന്ന് മുതൽ മകരം വരെ അല്ല കേട്ടോ, മകരം വരെയല്ല, ഇന്ന് മുതൽ മരണം സത്യപ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ ലംഘിക്കാൻ പാടില്ല. മരിച്ചു വീഴാനും പോകരുത്. ഞാനൊരു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, സീസറുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സീസർ യുദ്ധത്തിന് വേണ്ടി പോയി, ഞാൻ ആ നദിയുടെ പേരൊക്കെ മറന്നുപോയി. യുദ്ധത്തിന് വേണ്ടി ഒരു നദി കടന്നു, ഒരു വള്ളത്തിൽ കയറിയിട്ട് പട്ടാളക്കാർ. നദി കടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, പട്ടാളക്കാർ കടന്നു കഴിഞ്ഞപ്പോഴത്തേനും വള്ളം വെട്ടി ഒരുക്കി കത്തിച്ചു കളഞ്ഞു സീസർ. എന്താണെന്നറിയാമോ? ഇനി യുദ്ധത്തിന് വേണ്ടി പോവുക, അവിടെ യുദ്ധം ചെയ്ത് തോറ്റാലും ജയിച്ചാലും ഓടരുത്. ഒന്നെങ്കിൽ യുദ്ധം ജയിക്കുക, അല്ലെങ്കിൽ മരിച്ചു വീഴുക എന്ന് പറഞ്ഞ പോലെ വിവാഹത്തിൽ കൈവച്ച് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ മരിച്ചു വീഴുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യയല്ല കേട്ടോ, കൊല്ലാനുമല്ല എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ത്യാഗം സഹിച്ച് ജീവിക്കുക. അങ്ങനെയുള്ള ജീവിച്ച് നമ്മുടെ മാതാപിതാക്കൾ. പിതാവേ, പണ്ടൊക്കെ അങ്ങനെയുള്ള മോഡലുകൾ തേടി അന്നത്തെ യുവാക്കൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർ ജീവിക്കുന്ന വീട്ടിടങ്ങളിൽ തന്നെ അത്ര മോഡലുകൾ അമ്മ എന്ന രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അന്ന് എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം ദാരിദ്ര്യങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവം നമ്മളെ കാത്തുരക്ഷിക്കും എന്ന് പറയുന്ന ഒരു അമ്മച്ചി വീട്ടിലുണ്ടായി. സാറേ, ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഒരു വല്യമ്മച്ചേനോട് പറഞ്ഞ കാര്യം. കല്യാണം കഴിച്ചു, നാട്ടിൽ കല്യാണം കഴിച്ച് 2-3 പിള്ളേരായപ്പോഴത്തേക്കും ഈ ഭർത്താവിന് മാനസിക രോഗം. അന്നത്തെ കാലത്താണ്, കുറച്ച് കാലം മുമ്പാണ്. പല ചികിത്സകളും ചെയ്തു, അയാൾ സുഖമായില്ല. ഇയാൾ പലയിടത്തും കാരണന്മാർ പലയിടത്തും ചികിത്സ സുഖമായില്ല. ഇയാളിങ്ങനെ ഒരുമാതിരി മാനസിക രോഗമായിട്ട് ഇങ്ങനെ പ്രശ്നമായിട്ട് നടക്കുക. ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെണ്ണിൻ്റെ അപ്പൻ മോളോട് പറഞ്ഞു, മേരി എന്ന പേര്, മേരി ദേവസ്യ ശരിയാവത്തില്ല കേട്ടോ, അവന് വട്ടായി. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് പോരെ, ഞാൻ നിനക്ക് 2 ഏക്കർ സ്ഥലവും തരാം, വീടും വെച്ച് തരാം, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവൻ്റെ പടിക്ക് പോട്ടെന്ന് പറഞ്ഞു. മേരി എന്ന് പറഞ്ഞെന്നറിയാവോ? അപ്പം ഞാൻ നാളെ ഉത്തരം പറയാമെന്ന് പറഞ്ഞു.
പിറ്റേ ദിവസം മേരി വന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പാ, അപ്പൻ എന്നോടുള്ള സ്നേഹത്തിന് നന്ദി, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദേവസ്യാച്ചന് നല്ല സുഖവും ആരോഗ്യമുള്ളപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചതാണ്. ദൈവം ഞങ്ങൾക്ക് 3 മക്കളെ തന്നു. ഇപ്പോൾ ദേവസ്യാച്ചന് സുഖമില്ല. ഈ സുഖമില്ലാത്ത ദേവസ്യാച്ചനെ വിട്ടിട്ട് ഞാൻ പോകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചാലും ജീവിച്ചാലും ദേവസ്യാച്ചൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 3 മക്കളെയും പിടിച്ചു. എന്നിട്ട് അവർ ഇങ്ങോട്ട് പോകുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ദേവസ്യാച്ച സുഖമായി. പിന്നെ അവർക്ക് മക്കളുണ്ടായി, നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. അവരുടെ മക്കളൊക്കെ ഉണ്ടായി സുഖമായിട്ട് ജീവിക്കുന്നു. പിതാവ് ഓരോ ജീവിത അന്തസ്സിനെക്കുറിച്ചും പറയുമ്പോൾ തിരുവചനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഓരോ ഏടുകളെടുത്താണ് ഈ ചർച്ചയിൽ സംസാരിക്കുന്നത്. പിതാവ്, നമ്മുടെ ഈ മതബോധന പരിശീലന പരിപാടികൾ, അതിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. മതബോധന പരിശീലന പരിപാടി ബൈബിൾ അധിഷ്ഠിതമായി, വചനാധിഷ്ഠിതമായി, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി നമ്മൾക്ക് ഒന്ന് മാറ്റി പിടിച്ചാൽ ദൈവവചനത്തിൽ എല്ലാം ഉണ്ട് എന്നുള്ള ഒരു ഇപ്പം നമുക്കറിയാം പിതാവേ, ഇപ്പോൾ +2 വരെ നമ്മൾ 12ാം ക്ലാസ് വരെ മതബോധനം കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കാൻ നമുക്ക് മാതാപിതാക്കൾക്ക് ഭയമാണ്. കാരണം അവർ മറ്റ് മതവിശ്വാസങ്ങളിലെ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ അതാണ് സത്യമെന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോൾ അത് നമ്മുടെ മതവിശ്വാസത്തിലെ മതപരിശീലനത്തിലുള്ള ആഴമേറിയ ബോധ്യത്തിൻ്റെ കുറവല്ലേ യഥാർത്ഥത്തിൽ? ബോധ്യത്തിൻ്റെ മതപരിശീലനത്തിൻ്റെ കുറവ് തന്നെ ഞാൻ പറയുന്നില്ല, ബോധ്യത്തിൻ്റെ കുറവാണെന്നുള്ളത് ശരിയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ വേദപാഠങ്ങളെല്ലാം വചനാധിഷ്ഠിതമാണ്. ഓർമ്മിച്ചിരിക്കേണ്ട വചനമുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷനുണ്ട്, അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. പക്ഷേ ചിലപ്പോൾ അത് പഠിപ്പിക്കുന്നതിനുള്ള കുഴപ്പമാണ്. ഈ മതപരിശീലനത്തിനുള്ള താല്പര്യക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ജനിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ മതബോധന പെഡഗോജി എന്ന് പറയുമല്ലോ, എഡ്യൂക്കേഷൻ, പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, അത് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ചിന്തയുണ്ട്. ഇപ്പം 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് അതുപോലെ ആക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. 12ലെ ആക്കും. പിന്നെ അത് ആദ്യം മുതൽ അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷൻ്റെ നമുക്ക് പ്രവർത്തനമുണ്ട്. ഏതായാലും പിന്നെ ഈ വിശ്വാസ തകർച്ചയാണ് നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ ഭൗതികത കയറി കൂടിയിട്ട് ഭൗതിക മാത്രമേ ചിന്തിക്കുകയുള്ളൂ. നല്ല ബിരിയാണി ഉണ്ടാക്കുക, നല്ല ഡ്രസ്സ് ഉണ്ടാക്കുക, നല്ല വണ്ടി മേടിക്കുക, നല്ല വീട് പണിയുക, അങ്ങനെയുള്ള ചിന്തയിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജനത വളർന്നു വരിക, ആ വിശ്വാസം ശക്തിപ്പെടുത്താൻ വേണ്ടി ശരിക്കും ഈ വിശ്വാസ പരിശീലന പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ് നാളെ കുടുംബനാഥന്മാരും നാഥകളുമായി മാറുന്നത്. അതെ, ആ കുടുംബത്തിൽ ദൈവത്തിന് 1ാം സ്ഥാനം ഒരിക്കലും ലഭിക്കില്ല. ആ കുടുംബത്തിൽ ദൈവവിശ്വാസ പരിശീലനം മക്കൾക്ക് ലഭിക്കില്ല. സ്വാഭാവികമായും ഏറ്റവും അടിയന്തരമായി സഭയുടെ ശ്രദ്ധ പതിയേണ്ട ഒരു മേഖല ഈ വിശ്വാസ പരിശീലനത്തിനെ കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദമാക്കുക, മാതാപിതാക്കൾക്ക് സൗഹൃദമാക്കുക, എന്നിട്ട് അതിലൂടെ പുതിയ ഒരു വിശ്വാസ പരിശീലന വിപ്ലവം സൃഷ്ടിക്കുവാൻ സഭയ്ക്ക് കഴിയും. സാറ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള പിന്നെ പ്രശ്നങ്ങളുള്ളത്, തകർച്ചയുള്ള കുടുംബങ്ങൾ കുറച്ചേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് പൊതുവേ നല്ല വിശ്വാസമുണ്ട്. വിശ്വാസമാണ് സാമാന്യം ഭംഗിയായിട്ടാണ് പോകുന്നത്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. നമുക്കുള്ള നന്മ നമ്മൾ അംഗീകരിക്കാതെ എവിടെയെങ്കിലും ഒരു വീഴ്ച വരുമോ അതിനെ ഉയർത്തി കാണിച്ച് നമ്മൾ ഒരു നിരാശപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അടുത്ത 2013 ലണ്ടനിൽ പോയപ്പോൾ ഒരു ഇംഗ്ലീഷ് അച്ഛനെ ഞാൻ കണ്ടു. ഇംഗ്ലീഷ് അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ കുറേ ചെറുപ്പക്കാരവിടെ ഉണ്ട്. അവർ വന്ന് പള്ളി അടിക്കാനും വാരാനും തൂക്കാനും കിളിയാനും ചെയ്യാനും പള്ളി വരാനും കുർബാനയ്ക്ക് വരാനും കൂടാനും എല്ലാത്തിനും റെഡിയായി നിൽക്കുക. ഈ അച്ഛൻ എന്നോട് പറഞ്ഞത്, ദിസ് വാസ് എ ചർച്ച് which we were planning to close down before your people coming. That your people are here now. Not only that, we have stopped the project of closing down the church, we have extended it. Thanks to the church, Kerala church, thanks to Indian church എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് എല്ലാവരും ഒന്നും പരിശീലനമില്ലാത്തവരോ വിശ്വാസമില്ലാത്തവരൊന്നും പറഞ്ഞേക്കരുത് ദയവായിട്ട്. നമ്മുടെ അങ്ങനെയല്ല. ഞാനിപ്പോൾ മംഗലാപുരത്ത് വികാരിയായിരുന്നു. ഇപ്പോൾ മംഗലാപുരം പിന്നെ ഞങ്ങൾക്ക് പള്ളിയുണ്ട് മംഗലാപുരം സിറ്റിയിൽ. ഞായറാഴ്ച സാറൊന്ന് അവിടെ വാ. ശരിയാണ് പിതാവ്. നമ്മുടെ കേരളത്തിലെ ഒരു 10,000-ലധികം യുവജനങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ പിതാവ്, യഥാർത്ഥ വിഷയം അവിടെയല്ല. നമ്മൾ വിശ്വാസ പരിശീലനം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ ചരിത്രം, നമ്മുടെ സഭയുടെ ചരിത്രം, നമ്മുടെ ഇടവകയുടെ ചരിത്രം, നമ്മുടെ രൂപതയുടെ ചരിത്രം നമുക്കറിയാം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ കത്തീഡ്രൽ ചർച്ചിലാണ്. ഇവിടുത്തെ ഓരോ കല്ലിനും ഓരോ ഇഷ്ടികയ്ക്കും ഓരോ വിശ്വാസികളുടെ അല്ലെങ്കിൽ ഓരോ വൈദികൻ്റെ അല്ലെങ്കിൽ അഭിവന്ധ്യ പിതാവിൻ്റെ വേർപ്പിൻ്റെ മണമുണ്ട്.
ഇവിടെ ഈ കല്ലും മണ്ണും ഒക്കെ ചുമന്ന് കെട്ടി ഓരോ പള്ളികളും നമുക്കറിയാം മലയോരത്ത് വരും ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ സ്കൂളുകളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ അതിൻ്റെ കല്ലും മണ്ണും ചുമന്ന ഓരോ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ആത്മായ നേതാക്കളാണ്, ആത്മായ വിശ്വാസികളാണ്. ആ ഒരു ചരിത്രം ഇവിടുത്തെ ഈ പള്ളി ഉണ്ടായത്, ഈ സ്കൂൾ ഉണ്ടായത്, ഈ റോഡുണ്ടായത്, ഈ പാലം ഉണ്ടായത്, ഇങ്ങനെ കേരള സഭയിലേക്ക് വന്നാൽ മലബാറിൻ്റെ ഒക്കെയും അതുപോലെ ഇടുക്കി അതുപോലുള്ള പല സ്ഥലങ്ങളും ഇന്നത്തെ കാണുന്ന അഭിവൃദ്ധിയിലേക്ക് ഉണ്ടായത് തന്നെ. സാറിന്റെ ഇടവക പാലാവിലല്ലേ മുറിഞ്ഞ മറക്കാൻ പറ്റുമോ? പക്ഷേ ഇത് അടുത്ത തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊരു വാസ്തവം തന്നെയാണ്. ചരിത്രം അറിയത്തില്ല എന്നുള്ളതാണ്. ചരിത്രം അറിഞ്ഞാൽ നമ്മൾ ചരിത്രം അറിയുന്നുമില്ല, ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അനുഭവ തലത്തിലേക്ക് അത് വരുന്നില്ല. ഈ കർദിനാൾ തിരുസറങ്ങ് നമ്മുടെ സഭയ്ക്ക് വലിയ നന്മ ചെയ്തിട്ടുള്ള തിരുസറങ്ങ് പറഞ്ഞൊരു ഒരു പ്രസിദ്ധമായൊരു വാചകമുണ്ട്. ഞാൻ നിങ്ങളെ സഭയെ സ്നേഹിക്കുന്നു കാരണം നിങ്ങളുടെ ചരിത്രം എനിക്കറിയാം എന്ന് പറഞ്ഞ പോലെ ചരിത്രം അറിയാമെങ്കിലേ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. ഈ യഹൂദരുടെ ഇടയിൽ ഒരു സംഗതി ഉള്ളതറിയാം. യഹൂദർക്ക് അവരുടെ കുടുംബത്തോടും സമുദായത്തോടും ഭയങ്കര സ്നേഹമാണ്. അവരുടെ കുടുംബത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി അവർ മരിക്കാൻ തയ്യാറാണ്. അതിനുള്ള കാരണം ഞാൻ കേട്ടിട്ടുള്ളത്, എല്ലാ വീട്ടിലും ഈ പിള്ളേരുടെ എല്ലാ ദിവസവും അവരുടെ കുടുംബചരിത്രം പറയും, കുടുംബചരിത്രം പറയും, സമുദായത്തിൻ്റെ ചരിത്രം പറയും. അതുകൊണ്ട് കുട്ടികൾക്ക് കുടുംബത്തിൻ്റെയും സമുദായത്തിൻ്റെയും ചരിത്രം അറിയാം. അതുകൊണ്ട് ആ സമുദായത്തിന് എഴുന്നേൽക്കും. അത് നമ്മുടെ സമുദായത്തിൽ നമ്മുടെ കുടുംബനാഥന്മാർ മക്കളിൽ നിന്ന് എന്തിനേറെ ഭാര്യയിൽ നിന്ന് പോലും തൻ്റെ കടങ്ങളും തൻ്റെ ബാധ്യതകളും മറച്ചു വയ്ക്കുകയാണ്. അത് ശരിയല്ല. അപ്പോൾ പക്ഷേ അതിനോട് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ പിള്ളേരെ പറഞ്ഞ് പീഡിപ്പിക്കരുത്. അതായത് ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടാൽ നിങ്ങളെ വളർത്തിയേ, ഞാനിതൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാവോ എന്ന് അത് പിള്ളേർക്ക് ഇറിറ്റേഷൻ അത് പറയരുത്. പക്ഷേ ശരിയായിട്ടുള്ള ചരിത്രം കാര്യങ്ങൾ കുട്ടികൾ അറിയണം. പിന്നെ സഭയുടെ ചരിത്രം അറിയണം, നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രം അറിയണം, ഇടവകയുടെ ധർമ്മത്തിൻ്റെ ചരിത്രം അറിയണം, ആ പ്രദേശത്തിൻ്റെ. അപ്പോൾ അവർക്ക് അഭിമാനബോധം സഭയെക്കുറിച്ച് പിതാവ് ശരിക്കും അത് അറിയത്തില്ല എന്നുള്ളത് വാസ്തവം. ഞാൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു നമ്മുടെ രൂപതയുടെ കാര്യം അറിയാമെന്ന്. അറിയത്തില്ല. പിന്നെ എങ്ങനെ അവനൊരു അഭിമാനബോധം ഉണ്ടാവും? ഒരു ഇടവകയിൽ നിന്ന് കേൾക്കുമ്പോൾ എങ്ങനെ അഭിമാനത്തോടെ അവൻ പറയും? നമ്മുടെ കുഞ്ഞുങ്ങൾ പിതാവെ മറ്റു പല സ്ഥലങ്ങളിലേക്കും പഠനത്തിനുമൊക്കെ ചെല്ലുമ്പോൾ മറ്റ് പല മതസ്ഥരും പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് പറയണം, എന്നെ വളർത്തിയത്, എന്നെ ഇവിടെ എത്തിച്ചത്, എന്നെ ഞാനാക്കിയത്, എൻ്റെ മാതാപിതാക്കളെ ഇങ്ങനെ എത്തിച്ചത് എൻ്റെ സഭയാണ്, എൻ്റെ ഇടവകയാണ്, എൻ്റെ വൈദികരാണെന്ന് പറയാൻ മാത്രമുള്ള പഠനമെങ്കിലും നമ്മൾ അത് വേണം. ഞാനത് പറഞ്ഞപ്പോൾ ഒരു സാന്ദർഭികമായിട്ട് സംഭവം ഞാൻ പറയട്ടെ. ഞാൻ പൊങ്ങച്ചൻ പറയുകയാണെന്നും പിന്നെ വലിയ പറഞ്ഞു. എൻ്റെ കുടുംബത്തിലൊരു പെങ്കൊച്ച്, അവൾ നല്ല വിദ്യാഭ്യാസമുള്ളവളാണ്, മിടുക്കത്തിയാണ്. അവളുടെ പുറകെ ഒരു അന്യമതസ്ഥരായിരുന്നു. അത് ഇവിടുന്ന് പിന്നെ അവന് നിന്നു കൊടുത്തില്ല. അത് പിന്നെ അവനെ ശല്യപ്പെടുത്തി പറഞ്ഞു. അവൻ പറഞ്ഞു, എടാ നീ പോ, നിൻ്റെ പണി നോക്ക്, എൻ്റെ വീട്ടിൽ പിതാവുണ്ട്, എൻ്റെ വിശ്വാസം മറ്റത് ഞാൻ വരികയില്ല, ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അത് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് സത്യമായ വിശ്വാസമുണ്ട്, സത്യമായ ഈശോയുണ്ട്, ലോകരക്ഷകൻ. ഇന്ന് ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഇതുവരെ ഈ ലോകത്തിൽ മനുഷ്യൻ പ്രത്യക്ഷനായിട്ട് എത്ര വർഷമായെന്നുള്ളതിന് പല കണക്കുകളുണ്ട്. 60,000 വർഷമായെന്ന് പറയുന്നവരുണ്ട്. ഇപ്പം ഈ ഗൂഗിൾ സെർച്ച് ചെയ്താൽ പറയും 7 മില്യൺ വർഷമായെന്നൊക്കെ പറയുന്നത്. എത്രയാണ് മനുഷ്യകുലം ഈ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കത്തോലിക്ക സഭ പോലെ ഇന്നും നിലനിൽക്കുന്നതും ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമോ സംഘടനയോ സഭയോ ലോകത്തിലില്ല. കത്തോലിക്ക സഭയിലൂടെ പഠിപ്പിക്കുന്നവരുടെ വിശ്വാസത്തെ വേറെ ഒരിടത്തും ഇല്ല. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മേലെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി ഒരേ ഒരു നാമോട് യേശുവിൻ്റെ നാമേ ഉള്ളൂ. ഈ ബോധ്യം ഉണ്ടാകുകയും ഈ സഭയിലായിരിക്കുന്ന വിശ്വാസം അഭിമാനം ഉണ്ടായിരിക്കണം ഓരോരുത്തർക്ക്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബെൽത്തങ്ങാടി രൂപതയിൽ പീറ്റർ കുറ്റ്യാനി അച്ഛനും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന വൈദികരുമൊക്കെ ചെയ്തിരുന്ന നന്മകളുടെ ഒരു വലിയൊരു ശേഷിപ്പ് ഇവിടെയുണ്ട്. തീർച്ചയായും പിതാവ് ആദ്യം തന്നെ അനുസ്മരിക്കുകയും ചെയ്തു, അവന് വള്ളോപ്പള്ളി പിതാവിൻ്റെ. ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ വേദപാഠത്തിൻ്റെ മതബോധനത്തിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തി കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുവാൻ ഓരോ ഇടവകയ്ക്കും ഓരോ രൂപതയ്ക്കും കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പ്രതിസന്ധി ഒരു പരിധിവരെ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. നമുക്ക് ഞങ്ങൾ 1-2 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യം നമ്മുടെ സഭയുടെ ചരിത്രം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ രൂപതയുടെ ഒരു മതബോധന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം തന്നെ. ഈ വർഷം പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സിനൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ജനറൽ നോളജ്, അതായത് നമ്മുടെ സഭയെക്കുറിച്ച്, രൂപതയെക്കുറിച്ച്, ഇടവകയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചൊക്കെ ഉള്ള ജനറൽ നോളജ്, പിന്നെ അതിനുവേണ്ടി ക്വിസ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇപ്പം രൂപതയിൽ മാത്രമല്ല നമ്മുടെ സഭയിലുള്ള എല്ലാ അമ്മമാരുടെ കുടുംബങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചരിത്രം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ സഭയുടെ ചരിത്രം ചുരുക്കമായിട്ടെങ്കിലും നിങ്ങൾ പഠിക്കണം.
നമ്മുടെ സഭ വളർന്നു വരാൻ വേണ്ടി, നമ്മുടെ സഭ ഇതാകാൻ വേണ്ടി, നമ്മുടെ സഭയുടെ നമ്മുടെ കാർന്നോന്മാർ, നമ്മുടെ അമ്മമാർ, നമ്മുടെ അപ്പന്മാർ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ അച്ഛന്മാർ, നമ്മുടെ സിസ്റ്റേഴ്സ് സഹിച്ചിട്ടുള്ള പീഡനങ്ങൾ, കഷ്ടപ്പാടുകാർ അറിയണം. അറിഞ്ഞാലേ നമുക്ക് അഭിമാനം ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് നമുക്ക് ഒത്തിരി പൈസ? എന്തിനാണ് വലിയ കെട്ടിടം? ഞാൻ പറഞ്ഞതിന് മുമ്പ് കാര്യം പറഞ്ഞെടുക്കുക. എനിക്ക് പരിചയമുള്ള കഴിഞ്ഞ ദിവസം ഞാൻ അടുത്ത് കണ്ട് ഒരു സ്ഥലത്ത് തന്നെ 300 വീടുകൾ വിൽക്കാൻ ഇട്ടേക്കാന്ന് പറഞ്ഞേ. പണത്തുണ്ടാക്കി പിള്ളേരെല്ലാം പറന്ന് വല്ലതെല്ലാം പോയി ഇന്ന് വീടുണ്ടാക്കിയിട്ടേക്കുക, താമസിക്കാൻ ആളില്ല, വിൽക്കാൻ വേണ്ടി റെഡിയായിരിക്കുക. എന്തിനാണ് നമുക്ക് അതായത് പറഞ്ഞ് മനുഷ്യ ജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല. എന്തുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ജീവിക്കുക. അത് ഓർക്കുക. ഇവിടെ അന്യദേശത്ത് പോയി ആദ്യമൊക്കെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ കാറ് മേടിക്കുക, ആദ്യം ഒരു ആവേശം കയറുമായിരിക്കും. ഈ കാർ ഉണ്ടാക്കിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഈ പണം ഉണ്ടാക്കിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കാലും കൈയും അനങ്ങാത്തൊരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ ശരിയായ ജീവിത ദർശനം നമുക്കുണ്ടാകണം. അതിന് സ്മത്രന്മാരായ ഞങ്ങൾ ശ്രദ്ധിക്കണം, വൈദികരെ ശ്രദ്ധിക്കണം, ആത്മായ നേതാക്കളെ ശ്രദ്ധിക്കണം, മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. ശരിയായ ഒരു പഠനമുണ്ട്. ഇത് പറഞ്ഞപ്പോഴും വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സമുദായവും സമയവും അത്ര മോശമൊന്നുമല്ല. തീർച്ചയായിട്ടും ഇന്ന് പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വാചനയുണ്ട്, ധ്യാനമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പിതാവ്, നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു ഇടവകയുടെ ചരിത്രം, ഒരു കുടുംബത്തിൻ്റെ ചരിത്രം, രൂപതയുടെ ചരിത്രം, അത് മക്കളിലേക്ക് അന്ന് അനുഭവിച്ച ആ കഷ്ടപ്പാടിൻ്റെ ഒരു അത്രയേറെ തീക്ഷ്ണതയോടെ വേണ്ട, അല്ലെങ്കിലും നമുക്ക് അവരിലേക്ക് അത് സന്നിവേശിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ സഭയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന, ഇടവയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന ഒരു തലമുറയെ നമുക്കിവിടെ സൃഷ്ടിക്കാൻ കഴിയും. അത് വേണം. സാറേ, ഞാൻ പറയട്ടെ, വീണ്ടും ഞാൻ പറയാനാക്കി, നമുക്കിപ്പോൾ ചിലയിടത്തൊക്കെ വീഴ്ചകൾ സംഭവിക്കുന്നുള്ള വാസ്തവം തന്നെ. ചിലർ സഭ വിട്ട് പോകുന്നുള്ളത് ശരി തന്നെ, ചിലയിടത്ത് പ്രശ്നം ഉണ്ടാകുന്നതന്നെ ശരിയാണ്. അങ്ങനെ പറയാനായിട്ട് ആമ്പിള്ളേരുണ്ടെങ്കിൽ ആമ്പിള്ളേരും പെമ്പിള്ളേരും ഒരു പെങ്കൊച്ച് പ്രസംഗിച്ച് സാറ് കേട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ വിശ്വാസം ഒരു വേദപാഠം പഠിപ്പിക്കുന്ന ആളാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇല്ലായൊന്നും പറയത്തില്ല, നമ്മൾ നിരാശപ്പെടുകയൊന്നും വേണ്ട. തീർച്ചയായിട്ടും ഇല്ല. ഈ ഇപ്പോഴിങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും പല വിദ്യാർത്ഥി സംഘടനകളുടെ പല ഭാവത്തിലും അവിടെ ആളുകൾ എത്തപ്പെടേ ഉണ്ടായി. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പിതാവേ, കാരണം നമ്മുടെ സഭകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് വളർന്നവർ തന്നെയാണ് ഇന്ന് അധികാര സ്ഥാനങ്ങളിൽ, സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സഭയിൽ നിന്ന് പഠിച്ച് വളർന്നവർ തന്നെയാണ്. അവിടെ ഒന്നും നമ്മളവരെ മതപരിവർത്തനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഒരു സംഗതികൾ നമ്മളവരെ പഠിപ്പിച്ചിട്ടില്ല. ജീവിത വിജയം മാത്രമാണ് നമ്മൾക്ക് കൈത്താങ്ങായിട്ട് അവർക്ക് കൂടെ നമ്മൾ കൊടുത്തു വിട്ടത്. ശരിയല്ലേ? അത് ശരിയാണ്. പക്ഷേ വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ ഒരിക്കലും എപ്പോഴും സംസാരിച്ചായിരുന്നു, അതായത് ഈ രാഷ്ട്രീയ ദുർലാഭത്തിന് വേണ്ടി, ദുഷ്ടലാക്കിന് വേണ്ടിയിട്ട് ചിലർ മതത്തെ ദുരുപയോഗിക്കുകയും പരസ്പരം വിദ്വേഷം കുത്തിവയ്ക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അത് തിരിച്ചറിയണം. അത് ഏത് മതത്തിലുള്ളവരാണ് തിരിച്ചറിയണം. ഇവിടെ പറയാറുണ്ട്, രാഷ്ട്രീയത്തിൽ ധാർമ്മികത ഉണ്ടായിരിക്കണം. ഇവിടെ കർണാടകത്തിൽ ഈ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ರಾಜಕೀಯದಲ್ಲಿ ಧರ್ಮ ಬೇಕು, ಆದರೆ ಧರ್ಮದಲ್ಲಿ ರಾಜಕೀಯ ಇರಬಾರ್ದು എന്ന് പറഞ്ഞാൽ ഈ മതവും രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കഴക്കരുത്. എന്ന് മതനേതാവ് രാഷ്ട്രത്തിന് തലവനാകുന്നോ അത് ശരിയാകരുതെന്ന് ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പിതാവേ, മറ്റൊരു കാര്യം, അങ്ങ് ഈ ദൈവവിളി കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയായ അങ്ങയുടെ ഈ രൂപതയിലെ ദൈവവിളിയെക്കുറിച്ച് ഒന്ന് പറയാമോ? നമുക്ക് ഈ രൂപതയിൽ 30,000 ജനം എല്ലാം കൂടെ ഉള്ളത് ഒരു രീതിയിൽ പറയുവാണെങ്കിൽ ദൈവവിളി കൊണ്ട് സമ്പന്നമാണ്. പക്ഷേ ഈ കാലത്തിൻ്റേതായിട്ടുള്ള സ്വാധീനങ്ങളും പ്രലോഭനങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നല്ലോ, വേറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൗതികമായ ചിന്തയും അതിൻ്റെ ആക്രമണവും വളരെ കൂടുതലാണ്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു കുട്ടിയോട് ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് വികാരിയായിരുന്നപ്പോൾ ചോദിച്ചു, മോനെ അച്ഛനാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞത്, എൻ്റെ അച്ഛന്മാർക്ക് ശമ്പളമില്ല, അതുകൊണ്ട് ഐസ്ക്രീം മേടിക്കത്തില്ല. എൻ്റെ പപ്പ ബാങ്ക് മാനേജർ തൻ്റെ ശമ്പളമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം മേടിച്ച് തരും. അച്ഛന് ശമ്പളമില്ല, അതുകൊണ്ട് ഐസ്ക്രീം മേടിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് കുട്ടി ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങളിലേക്കുള്ള ഒരു വലിയ ഒരു അട്രാക്ഷൻ അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കെല്ലാം വന്നിട്ട് ദൈവവിളിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ അതിനോട് വേറെ ഒത്തിരിയേറെ കെട്ടുപിടിഞ്ഞ കാര്യങ്ങളിലെ കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണക്കുറവ്, ഈ മീഡിയയുടെ വൈദികരെക്കുറിച്ചുള്ള തമസ്കരണമൊക്കെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാ മെത്രാന്മാരും
എല്ലാ അച്ഛന്മാരും എല്ലാ സിസ്റ്റേഴ്സും 100% പിന്നെ ശരി കൃത്യമാണ്, പരിശുദ്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. വീഴ്ചയുള്ളവരൊക്കെ ഉണ്ട്, ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, വൈദികരും മെത്രാന്മാരും അച്ഛന്മാരും നന്നായിട്ട് ജീവിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മുടെ ഭാഗ്യവും അനുഗ്രഹമാണ്. വളരെ വളരെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെടാവുന്ന അത്ര ചെറിയ സംഖ്യ മാത്രമേ അല്ലാതെ. അതെ. അപ്പോൾ ഇത്രയും ഈ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ, മെത്രാന്മാർ ഞാൻ അതുകൊണ്ട് അത് വൈദികരുടെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ, അവർക്ക് വെളിച്ചത്തിൻ്റെ അടയാളങ്ങളാണ്, രക്ഷയുടെ അടയാളങ്ങളാണ്, നന്മയുടെ പ്രതിരൂപങ്ങളാണ്. ആ നന്മയെ തകർക്കാനായിട്ട് സാത്താൻ്റെ പ്രവർത്തനമുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നടപടി സ്വീകരിച്ചിട്ട് അതിലേക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. തീർച്ചയായിട്ടും പിതാവേ, നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ സിലബസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു എന്ന് പറയുന്നപ്പോൾ തന്നെ വൈദിക പരിശീലന പരിപാടിയും കാലാനുസൃതമായി കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണം, അല്ലെങ്കിൽ അതിലൊരു മാറ്റം വേണം എന്ന് പിതാവിന് തോന്നിയിട്ടുണ്ട്? നന്നായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ കുന്നോത്ത് സെമിനാരിയുടെ എപ്പിസ്കോപ്പൽ കമ്മീഷൻ മെമ്പറും കൂടെയായിരുന്നു. അപ്പോൾ ഈ കാലാനുകാലത്തിലുള്ള വൈദിക പരിശീലനത്തിൽ മാറ്റം വരണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. സഭയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തയുണ്ട്. നമ്മുടെ സിനഡ്, നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവിന് ആണെങ്കിൽ, പിതാവ് തന്നെ ഒരു സെമിനാരി പ്രൊഫസറായിരുന്നു. പിതാവ് ഈ മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം സെമിനാരി പരിശീലനത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവാണ്, ശ്രദ്ധേയനാണ്. അതിനുവേണ്ടി മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പിതാവ് താല്പര്യപ്പെടുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. എന്നാലും പിന്നെ ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയട്ടെ, ഇതെല്ലാം ഓരോ വ്യക്തികളുടെയും സമർപ്പണത്തിൻ്റെ ഒരു ഭാഗമാണ്. എത്ര പഠിപ്പിച്ചാലും എത്ര ട്രെയിനിങ് കൊടുത്താലും അത് സ്വന്തം അനുഭവിച്ച് അത് ജീവിച്ചാൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതിലേക്ക് വരണം. അത് വീണ്ടും ബന്ധപ്പെട്ട് കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഈ അച്ഛന്മാർ എവിടുന്നാണ് വരുന്നത്? കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഈ അച്ഛന്മാർ എവിടുന്നാണ് നമ്മുടെ സ്കൂളിൽ നിന്നാണ് വരുന്നത്. അച്ഛന്മാർ എവിടുന്നാണ് വരുന്നത്? നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റേതായിട്ടുള്ള പൊതുവായ ചിന്തകൾ, കുടുംബത്തിൻ്റെ രീതികൾ, മാതാപിതാക്കളുടെ രീതികൾ, ഈ കാര്യങ്ങളിലെല്ലാം അതെല്ലാം ബന്ധപ്പെട്ടതാണ് കിടക്കുക. ഒരു നല്ല വിശ്വാസമുള്ള പ്രാർത്ഥനാ ചൈതന്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നല്ല ദൈവവിളി ഉണ്ടാവും. ഈ നമ്മുടെ കൊച്ചുരേശ പുണ്യവതിയൊക്കെ വന്ന കുടുംബത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ അൽഫോൻസാമയുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അല്ലെങ്കിൽ ചാവറയച്ഛൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ തേവരൂർ കുഞ്ഞച്ഛൻ്റെയോ അല്ലെങ്കിൽ കാവുകാട്ട് പിതാവിൻ്റെയോ ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അവരുടെ കുടുംബ പശ്ചാത്തലമാണ് അവരെ അങ്ങനെ ആക്കിയത്. ഈ മേരി വിയാനിയൊക്കെ വന്നിട്ട് കുടുംബത്തിൻ്റെ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഈ പിന്നെ അച്ഛന്മാർ പിന്നെ എത്ര പരിശീലനം കൊടുത്താലും അവർ നേരിട്ട് സ്വർഗത്തിൽ ഇറങ്ങി വന്ന ആളുകളല്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ രക്തത്തിൻ്റെ ഭാഗമായി ജനിച്ചു വളർന്നവരാണ് പരിശീലനം കിട്ടുന്നത്. പരിശീലനത്തിന് ഒരു പരിധിയുണ്ട്. ആ അടിസ്ഥാനപരമായി കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊന്നും പരിശീലനം കൊണ്ട് മാറിയല്ല. അപ്പോൾ കുടുംബം വിശുദ്ധീകരിക്കണം. അതിന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുകയും ചെയ്യും. ഇപ്പോൾ സഭയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ഈ സംഘടനകളുടെ ബാഹുല്യം വളരെ കൂടുതലാണെന്ന് പിതാവിൻ്റെ ഓരോ മേഖലയ്ക്കും. ഇത്രയേറെ സംഘടനകൾ യഥാർത്ഥത്തിൽ സഭയ്ക്ക് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇതിനെ പലതിനെയും മെർജ് ചെയ്ത് ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ശാക്തീകരണത്തിലേക്ക്, അല്ലെങ്കിൽ വിശ്വാസികളുടെ ശാക്തീകരണത്തിലേക്ക് ഇവയെ ഉപയോഗിക്കാമെന്ന് പിതാവിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? സംഘടനയുടെ ബാഹ്യം എന്ന് പറയുമ്പോൾ അത് അത്ര ശരിയായിരിക്കുകയല്ല പറയുന്നത്. ഓരോ സംഘടനയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഉദാഹരണം പറയാം, നമുക്ക് തിരുവാര സഖ്യമുണ്ട്, മിഷൻ ലീഗുണ്ട്, യൂത്തുണ്ട്, മാതൃവേദിയുണ്ട്, പിന്നെ ചിലയിടത്തൊക്കെ പിതൃവേദിയുണ്ട്, പിന്നെ അൽമായ സംഘടനയുണ്ട്, വിൻസെൻ്റ് പോളുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വേറെയാണ്. ലക്ഷ്യമെല്ലാം ദൈവരാജ്യത്തിൻ്റെ പ്രസരണം ഒന്നാണെങ്കിലും വേറെ വേറെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം നിൽക്കുകയും അതതിൻ്റെ നിയമാവലി അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു ക്ലാഷ് ഉണ്ടാകുകയില്ല. തന്നെയല്ല, സഭയ്ക്ക് ശക്തി കൂടുകയും ചെയ്യും. സംസ്ഥാനം കടന്ന് കർണാടകയുടെ മണ്ണിൽ സഭ ചെയ്യുന്ന നന്മകൾ, സഭയുടെ നന്മകൾ ഏറ്റുവാങ്ങുന്ന മനുഷ്യജന്മങ്ങൾ, ഇവരെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും തുടരും. അതുവരെ വിട. നന്ദി, നമസ്കാരം.